ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഉണക്കച്ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. അതിലേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന ഉണക്കച്ചെമ്മീൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കണം. നന്നായിട്ട് വാട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്നുമില്ല കേട്ടോ, ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ ഇട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് മാറ്റി നമുക്കൊരു പാനിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സൈഡ് ഡിഷാണേ. ഇനി നമുക്ക് ആ സെയിം പാൻ തന്നെ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഇവിടെ നേരിയ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ മെൽറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഒരു 5-8 അല്ലി ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊരു നേരിയ ബ്രൗണിഷ് കളറാവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഞാനപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാറ്റി വെച്ചിരുന്ന വെച്ചാൽ ഉണക്കച്ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. നന്നായി ശരിക്കും ഒന്നും കൂടെ വാട്ടി കൊടുക്കാം. നമുക്ക് എണ്ണയിലിട്ടും കൂടെ ഒന്നും കൂടെ മൊരിയിച്ചെടുക്കാം. ഓക്കെ, ഏകദേശം മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേ. ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഓക്കെ, നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.